ഓം ശ്രീമാത്രേ നമ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ലളിത സഹസ്രനാമ സ്തോത്രത്തിൽ 243 മുതൽ 250 വരെയുള്ള നാമമന്ത്രങ്ങൾ നമ്മൾ കണ്ടു. ഇന്ന് 251 മുതൽ 256 വരെയുള്ള നാമമന്ത്രങ്ങളാണ് നോക്കാൻ പോകുന്നത്. 251 നാമമന്ത്രം ചിന്മയി. ചിത്ത് പ്ലസ് മയി, അതാണ് ഇവിടെ ചിന്മയി ആയി മാറിയത്. ചിത്ത് എന്നാൽ ജ്ഞാനം, അറിവ്, ബോധം എന്നൊക്കെ അർത്ഥം. അപ്പോൾ ആ ജ്ഞാനം തന്നെ സ്വരൂപമായുള്ളവൾ, അതാണിവിടെ ചിന്മയി. 252 നാമമന്ത്രം പരമാനന്ദ. പരമമായ സർവശ്രേഷ്ഠമായ ആനന്ദം സ്വരൂപമായുള്ളവൾ, ആനന്ദസ്വരൂപിണി. ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പരമാനന്ദ എന്ന് ചൊല്ലരുത്. പരമാ കഴിഞ്ഞ് പദം പിരിച്ചിട്ട് ആ മുകളിൽ ചേർത്തിട്ടുണ്ട്. ആ ചേർത്തുകൊണ്ട് ഉച്ചരിക്കുക, അല്ലെങ്കിൽ ജപിക്കുക. പരമാനന്ദ എന്ന് തന്നെ വരണം. ഇവിടെ പരമാനന്ദം എന്താണെന്ന് 218 നാമമന്ത്രത്തിൽ നമ്മൾ കണ്ടു. അമ്മ മഹാരഥിയാണെന്ന്. മഹാരഥി എന്നാൽ വിഷയരഥി അല്ലാതെ കുണ്ടലിനീ ശക്തി ഉണർന്ന ഉപാസകന് ശിവശക്തി സംയോഗമുണ്ടാകുമ്പോൾ ജ്ഞാനം ലഭിക്കുന്നു. ജ്ഞാനത്തിൽ നിന്ന് ആനന്ദമുണ്ടാകുന്നു. അപ്പോൾ ആനന്ദമല്ല, പരമാനന്ദം. അപ്പോൾ അതുതന്നെയാണ് ഇവിടെ ആ ചിന്മയീ രൂപിയായ മഹാദേവി പരമാനന്ദം നൽകി അനുഗ്രഹിക്കുന്നു. ഇനി 253 നാമമന്ത്രത്തിൽ പറയുന്നു വിജ്ഞാനഘനരൂപിണി. രൂപിണി ഘനരൂപിണി, വിജ്ഞാനഘനരൂപിണി. ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വിജ്ഞാനം ജ പ്ലസ് ജ്ഞായാണ്. വിജ്ഞാന ഘ തൊണ്ട ചേർത്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, മഹാപ്രാണൻ. ഘന രൂപിണി, അതായത് വിശേഷേണയുള്ള ജ്ഞാനം. ആ ജ്ഞാനം ഘനീഭവിച്ച് സാന്ദ്രമായി രൂപം കൊണ്ടവൾ, അറിവിൻ്റെ നിറകുടം, സാക്ഷാൽ സരസ്വതീ ദേവി. അതാണ് ഇവിടെ വിജ്ഞാന ഘനരൂപിണി. സരസ്വതീ പ്രസാദം കൊണ്ട് പ്രസിദ്ധരായ മഹാത്മാക്കൾ നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്നു. ശങ്കരാചാര്യസ്വാമികൾ, കാളിദാസൻ, അവർക്ക് പകരം വെക്കാനായിട്ട് ഇന്ന് വേറെ ആരും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു അമ്മ ചിന്മയിയാണെന്ന്. അറിവ് തന്നെ സ്വരൂപമായുള്ളവൾ. പിന്നെ അമ്മ പരമാനന്ദ, അറിവിലൂടെ പരമാനന്ദം നൽകുന്നു. അതിനുശേഷം അമ്മ വിജ്ഞാന ഘനരൂപിണിയാണ്. അതിനുശേഷം പറയുന്നു 254 നാമമന്ത്രം ധ്യാനധ്യാതൃധ്യേയരൂപ. ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ധാ ശ്രദ്ധിക്കണം. 3 പദങ്ങളാണ് ഇവിടെ ഒരുമിച്ച് ചൊല്ലേണ്ടതാണ്. ധ്യാനധ്യാതൃധ്യേയരൂപ. അതല്ലാതെ ധ്യാന ധ്യാതൃ ധ്യേയ രൂപ എന്നിങ്ങനെ ചൊല്ലിപ്പോകരുത്. ഒരുമിച്ചിട്ട് തന്നെ ചൊല്ലുക. ധ്യാനധ്യാതൃധ്യേയരൂപ എന്ന് തന്നെ ജപിക്കേണ്ടതാണ്. ഇവിടെ ധ്യാനം. ധ്യാനം എന്നാൽ ഏതെങ്കിലും ഒന്നിനെ ഇടവിടാതെ ചിന്തിക്കൽ. ധ്യാനം എന്നത് നിരന്തരമായ ഒരു ധാരണയാണ്. സാക്ഷാൽ അമ്മയുടെ രൂപം തന്നെ എടുക്കാം. പാശവും അങ്കുശവും ധരിച്ച്, പിന്നെ പഞ്ചതന്മാത്രകൾ, ഇക്ഷുകോദണ്ഡം, പിന്നെ ചന്ദ്രക്കല, കിരീടം എന്നൊക്കെ ധരിച്ച ആ അമ്മയെ അങ്ങനെ തൈലധാര പോലെ ധ്യാനിക്കുന്ന ആ പ്രക്രിയ, അതിന് ധ്യാനം എന്ന് പേര്. ആ ധ്യാനിക്കുന്ന ഭക്തൻ, ആ ഉപാസകനെ ധ്യാതാവ് എന്ന് വിളിക്കുന്നു. പിന്നെ ധ്യാനിച്ച് ആ ഉപാസകൻ അത് തന്നെയായി മാറുന്നു. അതായത് ധ്യാനിക്കപ്പെടേണ്ടത് എന്താണോ അത് തന്നെയായി മാറുന്നു. അപ്പോൾ ധ്യേയം എന്നാൽ ധ്യാനിക്കപ്പെടേണ്ടത്. അപ്പോൾ ഉപാസകൻ ധ്യാനിച്ച് ആ ധ്യാനിക്കപ്പെടേണ്ടത് തന്നെയായി മാറുന്നു. അതിന് തത്വമസി എന്ന് നമ്മൾ പറയുന്നു. അത് നീയാണ് എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോൾ അത് തന്നെ ധ്യാനം കൊണ്ട് ആ ധ്യാതാവ് ധ്യാനിക്കപ്പെടേണ്ടവൾ തന്നെയായി മാറുന്നു. അത് തന്നെയാണ് ഇവിടെ ധ്യാതൃധ്യേയരൂപ എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നത്. 255 നാമമന്ത്രം ധർമാധർമ്മ വിവർജിത. എന്നുകൂടി ചൊല്ലാം.
ധർമാധർമ്മ വിവർജിത. പദം പിരിക്കുമ്പോൾ വിവർജിത, ഇവിടെ 2 ജകാരമുണ്ട്. വിവർജിത, അണപ്പല്ലുകൾ കൂട്ടി ഒന്ന് സ്ട്രെസ് ചെയ്തുകൊണ്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണത്. ജ 2 പ്രാവശ്യം. വിവർജിത. പിന്നെ ധർമ്മ, അധർമ്മ, ക്ഷമിക്കണം, അധർമ്മ വിവർജിത. അവിടെ 2 പ്രാവശ്യന്റെ ദ്വിത്വമാണ്. വീണ്ടും ധർമാധർമ്മ വിവർജിത, ധർമാധർമ്മ വിവർജിത. ഇത് നമുക്കറിയാതെ ധർമാധർമ്മ വിവർജിത. അപ്പൊ അമ്മ ധർമ്മവും പിന്നെ ധർമ്മവും വിവർജിക്കുന്നവളാണ് എന്നൊരർത്ഥം വരും. അതുകൊണ്ട് തന്നെ ധർമ്മ എന്ന് കഴിഞ്ഞ് പദം പിരിച്ചിട്ട് ആ ചേർത്തിട്ടുണ്ട്. അത് ചേർത്തുകൊണ്ട് ജപിക്കുക, അർത്ഥം തെറ്റില്ല. ധർമാധർമ്മ വിവർജിത. അപ്പോൾ ധർമ്മം എന്നാൽ ന്യായം, സദ്ഗുണം, കർത്തവ്യം, സത്പ്രവർത്തി, ഇതൊക്കെയാണ് ധർമ്മം. അധർമ്മം എന്നാൽ അന്യായം എന്ന ദുഷ്പ്രവർത്തി. ഇതൊക്കെ വിശേഷേണ വർജിക്കുന്നവൾ. സമൂഹ ജീവിതത്തിന്റെ സുഗമമായ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ധർമ്മങ്ങൾ, ധർമ്മനീതികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ പ്രപഞ്ച ജനനിയായ അമ്മയ്ക്ക് ഈ ധർമ്മനീതികളൊന്നും ബാധകമല്ല. അതിനാൽ തന്നെ അമ്മ ധർമ്മത്തിനും അധർമ്മത്തിനും അതീതയാണ്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അമ്മ ധർമാധർമ്മ വിവർജിത. ധർമ്മവും അധർമ്മവും അമ്മയെ ബാധിക്കുന്നില്ല. 256 നാമമന്ത്രം വിശ്വരൂപ. പദം പിരിക്കുമ്പോൾ രൂപ, വിശ്വരൂപ. ഇവിടെ +y ആണ് വിശ്വ. വിശ്വരൂപ, വിശ്വരൂപ എന്നും ചൊല്ലിപ്പോകരുത്. കറക്റ്റ് വിശ്വ എന്ന് തന്നെ ഉച്ചരിക്കണം. വിശ്വരൂപ. അപ്പോൾ വിശ്വം, പ്രപഞ്ചം തന്നെ രൂപമായുള്ളവൾ. പ്രപഞ്ചം ദേവിയിൽ നിന്നും ഭിന്നമല്ലാത്തതിനാൽ അതിനെ ദേവീരൂപമായി കാണാം. പ്രപഞ്ചം തന്നെ ദേവീരൂപമാണ്. ദേവി മഹാത്മ്യത്തിലെ ഒരു ശ്ലോകമുണ്ട്. ദേവി മഹാത്മ്യത്തിലെ അധ്യായം 1 മധു കൈടഭവധം. അതിൽ വിഷ്ണു ഭഗവാന്റെ യോഗനിദ്രയെ ബ്രഹ്മദേവൻ സ്തുതിക്കുന്ന ആ സ്തുതിയാണിവിടെ. രാത്രി സൂക്തം. അതിൽ 57 ശ്ലോകത്തിൽ പറയുന്നു, ത്വയേതത് ധാര്യതേ വിശ്വം ത്വയേതത് സൃജ്യതേ ജഗത് ത്വയേതത് പാലിതേ ദേവി ത്വമത്സ്യന്തേ ച സർവദാ. അതായത്, ഹേ അമ്മേ, ഈ ജഗത്ത് നിന്തിരുവടി സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ഒടുവിൽ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പിന്നെയും പിന്നെയും നിന്തിരുവടിയാൽ ഈ പ്രപഞ്ചം ധരിക്കപ്പെടുന്നു. അപ്പോൾ അമ്മ വിശ്വരൂപയാണ്. അമ്മ തന്നെയാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെയും ഒരർത്ഥമെടുക്കാം. അത് ഞാൻ അതിൻ്റെ കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി 257 മുതൽ 263 വരെയുള്ള നാമമന്ത്രങ്ങൾ ജീവന്റെ വിവിധ അവസ്ഥകളെക്കുറിച്ച് പറയുന്ന നാമമന്ത്രങ്ങളാണ്. അതുകൊണ്ട് അത് ഒരുമിച്ച് പറയാം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടെ ഭക്തിയോടുകൂടി ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രം പഠിക്കുക. എല്ലാവരെയും മഹാദേവി അനുഗ്രഹിക്കട്ടെ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ.